ചെറിയ കുട്ടികളുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ റിവ്യൂ നോക്കിയിട്ട് വാങ്ങുന്ന സാധനം എന്തായിരിക്കും? നിങ്ങൾ എന്തായിരിക്കും വാങ്ങുക? ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തുള്ളതിൽ റിവ്യൂ നോക്കിയിട്ട് വാങ്ങിയൊരു സാധനം എന്ന് വെച്ചാൽ ഈ ഒരു ഡയപ്പറാണ്. അതും സൂപ്പർ ബോട്ടംസിൻ്റെ വാങ്ങിയത്, ക്ലോത്ത് ഡയപ്പറായിട്ടാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിൻ്റെ ഞാൻ കുറേ നോക്കിന്. ഇത് അതുപോലെ തന്നെ ക്ലോത്ത് ഡയപ്പറും ഞാൻ ഒരുപാട് നോക്കി എന്താ പറയേണ്ടത്, ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടല്ലോ പല രീതിക്ക് നോക്കിയിട്ട് ലാസ്റ്റ് വാങ്ങിയൊരു സാധനം കേട്ടോ ഇത്. എന്നിട്ട് പോലും എനിക്ക് വന്ന ചില പ്രശ്നങ്ങളാട്ടോ ഞാനിതിൽ പറയുന്നത്. കാരണം ഈ സൂപ്പർ ബോട്ടംസിൻ്റെ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ സാധനം തന്നെയാണ്. ഫസ്റ്റ് ഞാൻ ഈ ഡയപ്പറിനെ പറ്റിയിട്ട് പറയട്ടാ. ഈ ഡയപ്പർ എന്ന് പറയുന്നതുണ്ടല്ലോ അടിപൊളി ഡയപ്പറാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ഒരു ക്ലോത്ത് ഡയപ്പർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ ഏറ്റവും നല്ലൊരു ഡയപ്പർ തന്നെ ഇതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു തുള്ളി യൂറിൻ പോലും പുറത്ത് പോയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 3 തവണയൊക്കെ കുട്ടികൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, നമ്മൾ പുറത്ത് അറിയുക പോലും ഇല്ല കേട്ടോ. കാരണം ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് അടിപൊളി ക്ലോത്താണ്, കവറൊന്നല്ല കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം കവറൊന്നല്ല, ഒരു തരം മെറ്റീരിയൽ തന്നെ കേട്ടോ. നമ്മൾ നല്ലൊരു സിൽക്കിലൊക്കെ പെട്ടൊരു മെറ്റീരിയൽ. പക്ഷേ ഒരു തുള്ളി യൂറിൻ പോലും അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല. പിന്നെ ഈ പുറത്തായി വരുന്ന ടൈം എന്ന് വെച്ചാലുണ്ടല്ലോ കുട്ടികൾ വലുതാവുമല്ലോ. കുട്ടികൾ വലുതാകും തോറും കുട്ടികൾ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് മാത്രം കേട്ടോ ഇങ്ങനെ പുറത്താവുക. അതേസമയം ചെറിയൊരു ടൈമിലൊന്നും നമുക്കൊരിക്കലും ഇതിൽ ഒരു തുള്ളി യൂറിൻ പോലും പുറത്തേക്ക് പോവില്ല. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ഒന്നും പറയണ്ട കേട്ടോ. നമുക്കിത് ഓർഡർ ചെയ്തിട്ട് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ പാക്കിംഗ് എല്ലാം അടിപൊളി. ഞാൻ ആദ്യം കാണിച്ചൊരു കവറുണ്ടല്ലോ, ഈ ഒരു കവറിലാണ് ഇത് സംഭവം വരിക. ഓരോന്നും ഓരോ പീസായിട്ട് ഇങ്ങനെ ഈ ഒരു കവറിലാണ് വരിക. പക്ഷേങ്കിൽ അതിന് മുന്നേ ഒരു ബോക്സൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം എനിക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം വീഡിയോ ഒന്നും എടുത്ത് വെച്ചിരുന്നില്ല. എന്തായാലും അടിപൊളി പാക്കിംഗ് ആയിട്ട് വരുന്നത് ആദ്യം ഒരു ബോക്സിലാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ആദ്യം കാണിച്ചൊരു കവർ ഉണ്ടല്ലോ, ഈ ഒരു കവറിലിട്ടിട്ടാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അതിലൊരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലോത്ത് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ ക്ലോത്താട്ടാ. പക്ഷേങ്കിൽ അതിൻ്റെ നടുഭാഗത്തായിട്ട് വരുന്നതാ ഇതുപോലത്തെ ഒരു ക്ലോത്താണ്. ഇത് ശരിക്കും കുട്ടികളെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അധികം വെറ്റായിട്ട് കിടക്കൂല എന്നാണ് പറയുന്നത്. ഇതിലേക്ക് പോകുമ്പോൾ അധികം വെറ്റായിട്ട് തോന്നൂല എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു ഫർ ക്ലോത്തിലൊക്കെ പെടുന്നൊരു തുണിയാണെന്ന് തോന്നുന്നത് കേട്ടോ. പക്ഷേങ്കിൽ അതുപോലെ ഇങ്ങനെ നമ്മൾ പൊന്തി നിൽക്കുന്നില്ലെങ്കിലും ഈ ഒരു ക്ലോത്തിലൊക്കെ പെടുന്നൊരു ക്ലോത്ത് തന്നെ. പക്ഷേങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന കുട്ടികളുടെ ടർക്കി ഉണ്ടാവുമല്ലോ, ചെറിയ മക്കൾക്ക് നമ്മൾ വാങ്ങുമല്ലോ, അങ്ങനത്തെ ടർക്കിയിലൊക്കെ ഈ ഒരു ക്ലോത്താണ് വരുന്നത് കേട്ടോ. കാണുന്ന ടൈമിൽ നമ്മൾ ഇത് നൂലൊക്കെ പൊന്തിപ്പോന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ 1 വർഷത്തിൻ്റെ മേലെയായിട്ട് യൂസ് ചെയ്യുന്നു. കറക്റ്റ് പറഞ്ഞാൽ 2 വർഷത്തോളമായി അങ്ങനെ യൂസ് ചെയ്യുന്ന എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഡയപ്പറിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ക്ലോത്തായിട്ടാണ് വരുന്നത്. ഇത്ര വണ്ണം ഉണ്ടാവും. അങ്ങനത്തെ ക്ലോത്തിൻ്റെ അടിയിൽ വേറെ ഇതുപോലത്തെ ഒരു പീസും കൂടി ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു ക്ലോത്ത് മാത്രം ഉണ്ടാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ വേറെ പീസ് ഉണ്ടെന്ന് നമ്മൾ പിന്നെ ഓൺലൈനിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയും കാണിക്കും, വേറെ തന്നെ ഒരു പീസ് ഉണ്ടെന്ന് കാണിക്കും, അല്ലാണ്ട് കാണിക്കാണ്ട് വരുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എന്തായാലും എനിക്ക് ഇതുപോലെ തന്നെ വേറെ തന്നെ ഒരു പീസ് ഉണ്ടെന്ന് കാണിച്ചിന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാട്ടോ ഞാൻ വാങ്ങിയത്. കാരണം ഞാൻ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്തുണ്ടല്ലോ എനിക്ക് ഈ ഒരു ക്ലോത്ത് വേണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടി യൂറിൻ പാസ് ചെയ്തിട്ട് കുട്ടിക്ക് പുറത്താവാണ്ട് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു പീസ് വേണമെന്ന് നോക്കിയിട്ട് തന്നെ ഞാൻ വാങ്ങിയത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിനുണ്ടല്ലോ നമുക്ക് 2-3 ലെയർ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. വെറും ചെറിയൊരു പീസൊന്നുമല്ല, കാരണം നല്ല കുറച്ച് കട്ടിയുള്ള തിക്കായിട്ടുള്ളൊരു ലെയർ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റും. പക്ഷേങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിലുള്ളത് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ, നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്ത പോലെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അത് കാണുമ്പം തന്നെ തിരിയും എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു അടി മേലെയുള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഇത് തന്നെ നല്ല ഹെവി ആയിട്ട് നിൽക്കുന്നതാണ്. കാരണം അധികം യൂറിനൊന്നും പുറത്ത് പോകില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ചെറിയൊരു പീസും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല ഹെവി ആയിരിക്കും. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇതങ്ങ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ അത്യാവശ്യം നമുക്ക് തന്നെ ഒരു ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ പിന്നെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയാനാ നല്ല കട്ടിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ മക്കളെല്ലാം ആകുമ്പോണ്ടല്ലോ 1-2 യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാം. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ 10 മണിക്കൂർ വരെ വെക്കാമെന്നും പറഞ്ഞിട്ടാ ഇതിൻ്റെ റിവ്യൂ വരുന്നതും നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഇത് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ നമുക്കൊരിക്കലും 10 മണിക്കൂറൊന്നും വെക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് പേഴ്സണലി
ഞാൻ എൻ്റെ മോൾക്ക് 2 പ്രാവശ്യം ഞാനിങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തിന് കേട്ടോ. അങ്ങനെ വെച്ച സമയത്തുണ്ടല്ലോ 2 പ്രാവശ്യം കുട്ടിക്ക് ഡയപ്പർ റാഷ് വന്നിന്. ഒരിക്കൽ നമ്മൾ ഡയപ്പർ റാഷ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ പിന്നെ ഇങ്ങനത്തെ ക്ലോത്തും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യില്ല, ഡയപ്പറും യൂസ് ചെയ്യില്ല, ഒന്നും യൂസ് ചെയ്യാണ്ട് ഇടല. അപ്പോൾ നമ്മളത് മാറിയതിന് ശേഷം വീണ്ടും വെക്കും. അങ്ങനെ വെക്കുന്ന ടൈമിലും എനിക്ക് ഇതേ സെയിം അവസ്ഥ വന്നിന്. പിന്നെ ഞാൻ ഉള്ളിലുള്ളത് ഒഴിവാക്കിയിട്ട് പിന്നെ ഇത് മാത്രം വെക്കൽ തുടങ്ങി. അപ്പം പിന്നെ കുഴപ്പമില്ല കേട്ടാ. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു ക്ലോത്ത് മാത്രം വെച്ച് കൊടുക്കൽ തുടങ്ങി. അതുകൊണ്ട് ഈ ഒരു ക്ലോത്ത് മാത്രം ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടാ. നമ്മൾ ഈ ഒരു ക്ലോത്ത് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ ഒരുപാട് റിവ്യൂസ് നോക്കിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഒരു ന്യൂ ഇയറിൻ്റെ സമയത്തുണ്ടല്ലോ ഒരു പെട്ടെന്നൊരു ഓഫർ വന്ന സമയത്ത് 1150 രൂപയാണെന്ന് തോന്നുന്നത്. എനിക്ക് അത്ര ഓർമ്മയില്ല, കാരണം 2 വർഷമായല്ലോ. അത്ര രൂപ കൊടുത്തിട്ട് വാങ്ങിയത് 2 ഡയപ്പർ ഉണ്ടാവാം. അത്യാവശ്യം ഈ ഒരു ടൈമിൽ നല്ല പിന്നെ എല്ലാവരും ഭയങ്കര റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡയപ്പറും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ഒരു ബാമ്പു എന്നൊക്കെ പറയുന്ന വേറൊരു ഡയപ്പറും കൂടി ഉണ്ട്. അതും അത്യാവശ്യം നല്ലത് തന്നെ. പക്ഷെ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റൂല. ഇതിന് ഒറ്റ പീസിന് ഏകദേശം 800 സംതിങ് ഒക്കെ വരുന്നുണ്ടേനും കേട്ടോ. 800 സംതിങ് 900 സംതിങ് ഒക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടേനും. അപ്പോൾ ഓഫർ വരുന്ന സമയത്ത് ഞാൻ നോക്കി വെച്ചിട്ട് വാങ്ങിയത് കേട്ടോ. കുറേ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഓഫർ വരുന്ന ടൈം ഞാൻ നോക്കി ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് വാങ്ങിയതായത്. ഇതിൻ്റെ കോംബോ ഓഫറായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. 3 പീസ് വരുന്നുണ്ട്, 4 പീസ്, 6 പീസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 പീസ് വരുന്നുണ്ട്, 1 പീസായിട്ടും വരുന്നുണ്ട് കേട്ടോ. അതല്ലാണ്ട് തന്നെ ഇപ്പോൾ 2 പീസ് ഡയപ്പറും അതിൻ്റെ കൂടെ ഇത് വാഷ് ചെയ്യാനുള്ള ഒരു സ്ലിപ്പ് പോലത്തെ സാധനമൊക്കെ ഉണ്ട് വാഷ് ചെയ്യാനുള്ളത്. അതൊരു ഡിറ്റർജൻറ്റ് കേട്ടോ. നമ്മൾ അതിലേക്ക് ആ സ്ലിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് കുട്ടികളെ ഇത് ഈ വാഷ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തതിനില്ല ഇതുവരെ, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ ഇതുപോലത്തെ 2 ഡയപ്പറാണ് വാങ്ങിയത്. ഇനി ഞാൻ എനിക്ക് വന്ന ചില അബദ്ധങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ ഡയപ്പർ റാഷും അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലോത്ത് ഡയപ്പറും ഡിസ്പോസിബിൾ ഡയപ്പറൊക്കെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് പറയാൻ ഞാൻ ഡോക്ടറോ നഴ്സോ അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് പറയാനുള്ള ഒരവകാശവും ഇല്ല. എന്നാലും ചെറിയ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എൻ്റെ 2 കുട്ടികൾക്കും വന്ന കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും കേട്ടോ. കാരണം ഞാൻ ആ സമയത്ത് ഡോക്ടറെയൊക്കെ കാണുന്ന സമയത്ത് ഡോക്ടർമാർ എന്നോട് 2 കുട്ടികൾക്കും കോമൺ ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത്. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്പോസിബിൾ ഡയപ്പർ വാങ്ങുന്ന ടൈമിലുണ്ടല്ലോ ആദ്യം ചെറിയ മക്കൾ നമ്മൾ പ്രസവം കഴിഞ്ഞ പാടൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന കുട്ടിയൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ഡയപ്പറുകൾ 1ഓ 2ഓ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആ 2 ബ്രാൻഡുകൾ മാത്രം പിന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. നമുക്ക് കുട്ടികൾക്ക് നല്ലപോലെ സ്യൂട്ടാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് വേറെ അലർജിയോ കാര്യങ്ങളോ റാഷോ ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രാൻഡ് തന്നെ പിന്നെ യൂസ് ചെയ്യുക. അതിനൊത്തിട്ടുള്ള നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഡയപ്പർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഡയപ്പർ മാറ്റി വീണ്ടും ചെറിയ റേറ്റിലൊക്കെ ഡയപ്പർ കിട്ടുന്ന സമയത്ത് അതും കൂടി വാങ്ങി പരീക്ഷിക്കാണ്ടിരിക്കൽ ഏറ്റവും നല്ലതായിട്ടാ. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ബ്രാൻഡ് ഡയപ്പർ വാങ്ങുന്ന സമയത്ത് ഏത് ഡയപ്പറാണ് നിങ്ങളെ കുട്ടിക്ക് പിടിക്കാണ്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ എൻ്റെ മോളെ ഞാൻ പ്രസവിക്കുന്നത് ലോക്ക്ഡൗണിൻ്റെ സമയത്താട്ടാ. അപ്പോൾ ഒരു 3 മാസത്തോളം ഞാൻ നോക്ക് തീരെ ഡയപ്പർ യൂസ് ചെയ്തിട്ടില്ല. 3 മാസത്തിന് ശേഷം ഞാൻ ഡയപ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഷോപ്പിൽ നിന്ന് ഏത് ഡയപ്പറാണോ കിട്ടുന്നത് അത് വാങ്ങിയിട്ട് ഞാൻ വരും. ഓൺലൈനിലല്ല, ഷോപ്പിൽ നിന്നാണ് വാങ്ങൽ. ഏത് ഡയപ്പറാണോ കിട്ടുന്നത് അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങും കേട്ടോ. അതിപ്പോൾ ഒരു 5ഓ 8ഓ പീസൊക്കെ ഉണ്ടാവും. അത് തീർന്നാൽ ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ വാങ്ങും. അങ്ങനെ വാങ്ങിയിട്ടുണ്ടല്ലോ ഇവക്ക് ഡയപ്പർ റാഷ് വന്ന്. അങ്ങനെ ഞാൻ അരിയത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കാൻ പോയി. ഇവിടെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറെ തന്നെയാണ് കാണിച്ചത് കേട്ടോ. അങ്ങനെ കാണിക്കാൻ പോയിട്ട് അവർ അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. അന്ന് ഒരു ക്രീമും കാര്യങ്ങളൊക്കെ തന്നു. ഞാൻ വീട്ടിലേക്ക് വന്നിട്ടാ. ഒരാഴ്ചത്തോളം ഉണ്ടല്ലോ ഞാൻ ക്രീമും കാര്യങ്ങളൊക്കെ പുരട്ടി നമ്മളെ റാഷും കാര്യങ്ങളൊക്കെ പോയിട്ടാ. പിന്നെ 2ാമത്തെ ആഴ്ച എനിക്ക് എവിടെയോ പുറത്തോ കാര്യങ്ങളോ എന്തിനോ പോകേണ്ട വന്നിട്ട് ഞാൻ വീണ്ടും ഇതേ ഡയപ്പറിന് ഇട്ട് കൊടുത്ത്. വീണ്ടും കുട്ടിക്ക് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കുണ്ടല്ലോ ഫുള്ള് ചെറിയ കുരുക്കൾ വന്നിട്ട് പിന്നെയും റാഷ് വന്നിട്ടാ. അത് ഞാൻ അത്ര കാര്യത്തിലെടുത്തേക്കില്ല. കാരണം നമ്മൾ ക്രീം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പേടിക്കണ്ട. അപ്പോൾ ഞാനങ്ങനെ ക്രീം അങ്ങ് പുരട്ടി കൊടുക്കും. ഞാൻ വീട്ടിൽ നിന്ന് ക്ലോത്ത് ഡയപ്പറൊക്കെ അതും വെച്ച് കൊടുക്കും കേട്ടോ. ഞാൻ അത്ര കണക്കിലെടുത്തിനില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഈ റാഷ് വരുന്നതിൻ്റെ മുന്നേ കിട്ടല്ലോ ഞാൻ പകൽ ടൈമിലുണ്ടല്ലോ നമ്മൾ സാധാ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഡയപ്പർ ക്ലോത്ത് മറ്റൊരു ക്ലോത്ത് ഉണ്ടാവും. ക്ലോത്തല്ല, ഒരു കവർ പോലത്തെ ഒരു സാധനം. ഇതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയും ചെയ്യലുണ്ട് കേട്ടോ. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇതൊന്നും ചെയ്യരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമുക്ക് അധികം അറിവും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യൽ. അങ്ങനെ ഇവക്ക് റാഷൊക്കെ കൂടാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ നമ്മൾ വീണ്ടും വെച്ചാൽ ഇത് കൂടാനേ സാധ്യതയുള്ളൂ. ഈ ക്രീം കൊണ്ട് എവിടെയൊന്നും എത്തൂലെന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടാ.
പക്ഷെങ്കിൽ അന്ന് ഞാൻ പോയ സമയത്തിന് ഞാൻ ആദ്യം മുതലേ ഇവളെ ഇവക്കൊരു 1 മാസം ഇവളെ പ്രസവിച്ച മുതലേ കാണിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ടെന്ന് അറിയില്ല. അന്ന നല്ല പോലെ അന്നോറ് കലമ്പി കേട്ടാ. അവിടെ അത്യാവശ്യം എന്നെ വഴക്ക് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ആര് വേണമെങ്കിലും ഡയപ്പർ ഇട്ട് കൊടുത്തോട്ടെ, കുഴപ്പമില്ല, ഡിസ്പോസിബിളോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുത്തേ, പക്ഷേ എങ്കിൽ എൻ്റെ മോക്ക് ഒരിക്കലും പാമ്പേഴ്സോ അല്ലെങ്കിൽ ഡയപ്പറോ പിടിക്കൂല എന്നങ്ങ് പറഞ്ഞു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞ് യൂസ് ചെയ്യണ്ട, നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കേട്ടത് ഞാൻ ഷോക്കായി. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പുറത്ത് പോകുമെങ്കിലും എനിക്ക് യൂസ് ചെയ്യണം, വീട്ടിൽ നിന്ന് കുഴപ്പമില്ല, പുറത്ത് പോകുമെങ്കിലും യൂസ് ചെയ്തിട്ടില്ല, ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ നമ്മളെങ്ങനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് നമ്മൾ ഈ റാഷ് മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഡയപ്പർ റാഷ് വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇട്ടിരിക്കുന്ന ഡയപ്പറും നമ്മൾ ഡിസ്പോസിബിൾ ആണോ ക്ലോത്ത് ആണോ എന്താണോ അതങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ കുട്ടിക്ക് സാധാ ചെറിയ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം കുട്ടിക്ക് കാറ്റ് കിടക്കുന്ന രൂപത്തിൽ കുഞ്ഞുങ്ങളെ പിന്നെ നല്ല പോലെ വെക്കുക. കുഞ്ഞുങ്ങളെ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അധിക ടൈമൊന്നും വെയിറ്റ് ചെയ്യാൻ വെക്കാണ്ട് പെട്ടെന്ന് കഴുകി കൊടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ മാത്രം കഴുകി കൊടുക്കുക. സോപ്പും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ചാൽ തന്നെ ഉണ്ടല്ലോ കുട്ടികളെ പകുതി റാഷ് മാറിക്കിട്ടും. പിന്നെ കുട്ടിയെ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലല്ലോ പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എനിക്ക് ആ ഒരു ടൈമിൽ ഡോക്ടർ എഴുതി തന്നൊരു ക്രീം എന്ന് പറയുന്നത് നമ്മൾ സാധാ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഡെർമഡ്യൂൻ്റെ നമ്മുടെ ഡയപ്പർ റാഷ് ക്രീം. അതിനാകെ 110 രൂപ അങ്ങനെയായിട്ടേ വരുന്നുള്ളൂ. ചെറിയ റേറ്റുകളും കേട്ടോ. നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനുണ്ടാവും അത് വാങ്ങിയാൽ. അത്യാവശ്യം നല്ലൊരു ക്രീമും കൂടി കേട്ടോ. പിന്നെ ഞാൻ പകൽ ടൈമിൽ ഈ പിന്നെ കവറിൻ്റെ അടിയിൽ തുണി വെച്ചിട്ട് കെട്ടി കൊടുക്കുന്ന ഒരു പരിപാടി അതൊക്കെ നിർത്തി കേട്ടോ. അതുപോലെ തന്നെ ക്ലോത്ത് ഡയപ്പറും അങ്ങനെ തന്നെ നിർത്തി. നമ്മൾ ആകെ ഞാൻ ഡിസ്പോസിബിൾ ഡയപ്പർ മാത്രമേ യൂസ് ചെയ്യൽ തുടങ്ങി. അതും രാത്രി ടൈമിലും പുറത്ത് പോകുന്ന ടൈമിലും മാത്രമേ യൂസ് ചെയ്യലും കൂടി തുടങ്ങി കേട്ടോ. അന്നേരം ഉള്ള ഡയപ്പർ റാഷ് മുഴുവനായിട്ട് നിന്ന്. പിന്നെ ഞാൻ 2 വയസ്സ് വരെ മാത്രമായിട്ട് ഡയപ്പർ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല, രാത്രിയും യൂസ് ചെയ്തിട്ടില്ല, പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം യൂറിൻ പാസ് ചെയ്യുന്നതിനേക്കാൾ പറയുന്നൊരു കോലത്തിലായി. കാരണം നമ്മൾ യൂസ് ചെയ്യാണ്ട് നിൽക്കുന്ന സമയത്ത് കുട്ടികളും അതിനോട് യോജിച്ച് വരും കേട്ടോ. പിന്നെ കുട്ടികൾ പറയാൻ തുടങ്ങും. ആദ്യം നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുട്ടികൾ തന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. രാത്രിയായാലും പകലായാലും പുറത്ത് പോയാലും എവിടെയായാലും കുട്ടികൾ തന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ 2ാമത്തെ മോളെ സമയത്ത് ഞാൻ ഈ സൂപ്പർ ബോട്ടംസിൻ്റെ ഡയപ്പർ വാങ്ങിയ സമയത്തുള്ള ചില പ്രശ്നങ്ങൾ കേട്ടോ. സൂപ്പർ ബോട്ടംസിൻ്റെ ഡയപ്പർ വാങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ ഈ 2 പീസ് വെച്ച് കൊടുത്ത സമയത്ത് ഡയപ്പർ റാഷ് വന്നതിന്. പക്ഷേങ്കിൽ എനിക്ക് ആദ്യത്തെ ഈ ഒരു അനുഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്പോസിബിൾ ഡയപ്പറിനൊന്നും അലർജി ഉണ്ടായിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവക്ക് ക്ലോത്ത് ഡയപ്പറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേങ്കിൽ ആദ്യം വെച്ച പോലെ തന്നെ ഇങ്ങനെ 2 പീസ് വെച്ച സമയത്ത് ഇങ്ങനെ പിന്നെ റാഷ് വന്നു. പക്ഷേങ്കിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ ഈ പറഞ്ഞ തന്നെ ഡയപ്പറും അതുപോലെ ഡിസ്പോസിബിളും എല്ലാം ഒഴിവാക്കിയിട്ട് നോക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടേട്ടാ. അതാകെ 2-3 ദിവസം മാത്രമേ നമുക്ക് തുടക്കം തന്നെ അത് മുഴുവനായിട്ട് പോക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്തതിനെക്കാട്ടും കൂടുതലായിട്ട് ഡിസ്പോസിബിൾ ഡയപ്പറും യൂസ് ചെയ്തിന് കേട്ടോ. കാരണം ഞാനിങ്ങ് ഒമാനിൽ വന്ന സമയത്ത് എനിക്ക് എന്തായാലും അറിയാൻ പറ്റില്ല, നമുക്ക് ഇവിടുന്ന് കൂടുതലായിട്ട് ഡിസ്പോസിബിൾ ഡയപ്പറാണ് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ ക്ലോത്ത് ഡയപ്പറൊക്കെ ഉണങ്ങി കിട്ടുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഒരുപാട് സമയം പിടിക്കും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കുറേ പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ 1, 2, 3 ഒക്കെ വാങ്ങാൻ പറ്റും. അതിൽ കൂടുതൽ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രാൻഡ് തന്നെ വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് കുറേ പൈസ കൊടുത്തിട്ട് കുറേ പീസുകളൊന്നും വാങ്ങാൻ പറ്റില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ സാധാ നോർമലായിട്ടുള്ള ക്ലോത്ത് ഡയപ്പർ വാങ്ങാം. ചെറിയ റേറ്റ് കിട്ടുന്ന ക്ലോത്ത് ഡയപ്പർ വാങ്ങാം. നമ്മൾ 1-2 യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ ഏറ്റവും പറയുന്നത് നമ്മളെല്ലാവരും നല്ല ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണമെന്ന് ഓരോ നിർബന്ധവും ഇല്ല. എത്ര വലിയ ബ്രാൻഡിൻ്റെയും എത്ര റേറ്റ് കൊടുത്ത് വാങ്ങിയ സാധനമാണെന്ന് പറഞ്ഞാലും നമ്മൾ 10 മണിക്കൂറും 15 മണിക്കൂറൊക്കെ ഉണ്ടല്ലോ ഒന്നായിട്ടങ്ങ് വെച്ച് കൊടുത്താലുണ്ടല്ലോ ഏത് കുട്ടികൾക്കും റാഷ് വരും കേട്ടോ. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് തീരെ സെൻസിറ്റീവ് സ്കിന്നായിരിക്കും, ഓൾക്ക് ഒന്നും പിടിക്കൂല. അങ്ങനത്തെ കുട്ടികൾക്കും എത്ര വലിയ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞാലും നിൽക്കൂല കേട്ടോ. അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും നല്ലതുണ്ടല്ലോ നമ്മൾ ചെറുങ്ങനെ ഡയപ്പർ നിർത്തി കൊണ്ടുവരിക, എന്നിട്ട് തീരെ അങ്ങ് ഒഴിവാക്കി കളയട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാണ്ട് നമ്മൾ പിന്നെയും പലതും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതലാവാനായ ചാൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമായിട്ടത് നമ്മളിപ്പോൾ ഭയങ്കര ബ്രാൻഡിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നതും ചെറിയ റേറ്റിൽ വാങ്ങുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലാണോ ആ ഒരു രീതിക്കായിരിക്കും കുട്ടിയൊക്കെ നമുക്ക് റാഷും കാര്യങ്ങളൊക്കെ വരുന്നതിൽ വ്യത്യാസം ഉണ്ടാവാം. നമ്മൾ ചെറിയ റേറ്റിൽ കുറേ പീസുകൾ കിട്ടുന്ന ഡയപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക, 1-2 മണിക്കൂർ ഇട്ട് കൊടുത്തിട്ട് അത് ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ ഈ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് കുറേ
മണിക്കൂർ വെച്ച് കൊടുക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാട്ടാ. നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നു അത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് സ്കിന്നിനൊന്നും പറ്റാണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാട്ടെ നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പറും നമ്മളെ കുട്ടിക്ക് ഡയപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ 2-3 പ്രാവശ്യം രാത്രിയൊക്കെ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി കൊടുക്കട്ടെ. പക്ഷേ രാത്രി ഇട്ട് കൊടുത്തില്ലേ ഇപ്പോൾ ഇട്ട് കൊടുത്തില്ലേ എന്നും പറഞ്ഞിട്ട് രാവിലെ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തായാലും റാഷ് വരാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂറിൽ കൂടുതൽ ഡിസ്പോസിബിൾ ഡയപ്പർ യൂസ് ചെയ്യരുന്നേട്ടാ. അപ്പോൾ ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ 2 വർഷമായിട്ട് സൂപ്പർ ബോട്ടംസിൻ്റെ ഡയപ്പർ യൂസ് ചെയ്ത നിലയിലും ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളാട്ടോ. അപ്പോൾ അതിൽ അനക്ക് അനുഭവമുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലത് തെറ്റുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻസിൽ വന്നിട്ട് പറയുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്തായാലും ഒരു ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക്. അപ്പോൾ ബൈ, സീ യു.